ഹലോ ഗൈസ്, ജയകൃഷ്ണൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിഷമമുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊരു കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ VKHൻ്റെ വണ്ടി. VKH തന്നെ അതുകൊണ്ട് VKH തന്നെ. ആ വണ്ടി നമ്മൾ കൊറിയർ അയച്ചിട്ട് ഇതാണ് അതിൻ്റെ പാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല നീറ്റായി കൊറിയർ അയച്ച സാധനമാണ്. ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇത് ആണോ, ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നമ്മൾ ഓർത്തെടുത്ത് ശരിക്കും കാണിച്ചു തരാം. നമ്മൾ പ്രൊഫഷണൽ കൊറിയേഴ്സിൽ കൂടെ അയച്ചതാണ്, കണ്ടില്ലേ? ഇത് എടുത്ത് എറിഞ്ഞിട്ട് പറ്റിയിട്ടുള്ളതാണ്. അവർ ട്രസ്റ്റ് ചെയ്തിട്ടല്ല നമ്മൾ ഓരോ കൊറിയറും നമ്മൾ അയക്കുന്നത്. ചെന്നൈയിലേക്ക് ആയതുകൊണ്ട് മാത്രമേ നമ്മളങ്ങനെ അയക്കുന്നത്. നമ്മളെ എവിടെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുകൊടുക്കുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ ഒരു വണ്ടി ഇതേമാതിരി ആയിട്ടുണ്ട്, പക്ഷേ അത് പ്രൊഫഷണൽ അല്ലായിരുന്നു, നമ്മുടെ DTDCന്ന് അയച്ചായിരുന്നു. അതും ഇതേമാതിരി തന്നെ ഒരു ഡാമേജ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഞാനത് മൊത്തം ഇതാക്കിയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ, എത്രത്തോളം ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ കോലം, കണ്ടില്ലേ? ഒരു മേജർ ആക്സിഡൻറ്റ് കഴിഞ്ഞ പോലെയല്ലേ ഇതിപ്പോൾ. നമ്മളെന്താ പറയുക അല്ലേ, ഇങ്ങനെയൊക്കെ ഒരു കൊറിയർ സർവീസുകാർ ചെയ്യും. നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്തിട്ടല്ല നമ്മൾ ഈ സംഭവം അയക്കണത്. ഒരു വണ്ടിയിലൊരു കോലം നോക്കി നമ്മൾ മാക്സിമം സേഫായി പാക്ക് ചെയ്തിട്ട്, ഇതിലും നമുക്കിത് ഫുള്ളായിട്ട് തെർമോക്കോൾ വയ്ക്കാൻ കുറച്ച് പണിയുണ്ട്. കാരണം ഇതിൻ്റെ ഈ കമ്പി സാധനങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇവിടെയും ഈ ഭാഗവും ഇതൊക്കെ കവർ ചെയ്ത് തെർമോക്കോളും ഈ ഭാഗത്തൊക്കെ ഫുള്ള് ന്യൂസ് പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അയച്ചത്. ആ വണ്ടി ഇത് ക്ലിയർലി നമുക്ക് ബോക്സ് കണ്ടറിയാണ്ട് അവരെടുത്ത് നിലത്തേക്ക് എറിഞ്ഞിട്ട് പറ്റുന്ന ഡാമേജാണത്. അല്ലാതെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഡാമേജ് ജസ്റ്റ് ഒന്ന് വീണോണ്ടൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഡാമേജ് ഉണ്ടാവില്ല. കാരണം വണ്ടി നമ്മൾ ഡയറക്റ്റ് ത്രൂ നമ്മൾ അവിടെ കൊണ്ടുകൊടുക്കുമ്പോൾ നമ്മളെ അത്രയ്ക്ക് അങ്ങനെ വലിയ കെയർ ചെയ്തിട്ടൊന്നുമല്ല വണ്ടി കൊണ്ടുപോകാറ്. ജസ്റ്റ് ഇങ്ങനെ കയ്യെ പിടിച്ച് കൊണ്ടുപോകുക. ഇപ്പോൾ ട്രെയിനിലായാലും ശരി, നേരെ അടിയിലാണ്ട് കയറ്റി വയ്ക്കുക. അപ്പോൾ ആൾക്കാരെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്രയും ഡാമേജ് ഇത് വീൽ കപ്പ് ബട്ടൺ. അപ്പോൾ കണ്ടില്ലേ, ബാക്ക് സൈഡൊക്കെ കംപ്ലീറ്റ് പോയി. ഇതിനൊക്കെ എന്താ പറയുക അല്ലേ? ഞാനതെങ്ങനെ റിപ്പയർ ചെയ്തെടുക്കും? ഇത് എനിക്ക് വൻ ലോസാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തെർമോക്കോൾ വയ്ക്കുമ്പോൾ വേറൊരു വിഷയം, ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. അത് നമ്മൾ തെർമോക്കോൾ വെക്കാറില്ല എന്നല്ല കേട്ടോ, തെർമോക്കോൾ വെക്കാറുണ്ട്. ഇപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു വണ്ടിയുടെ അവസ്ഥ. നമ്മൾ DTDCന്ന് അയച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം ആൾക്ക് പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. നമുക്ക് വണ്ടി ആൾക്ക് ശരിയാക്കി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് ശരിയാക്കി. ഇതിപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യതുമേ? ഇതിപ്പോൾ കസ്റ്റമർക്ക് നമ്മൾ ഓർഡർ തന്ന ആൾക്ക് ഇത് DTDCക്കാർ ഏതാണ് കൊറിയറുകാർ ചെയ്തതാണെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം ആൾ നല്ല ഡീസൻറ്റ് മനുഷ്യനാണ്, നല്ലൊരു ആളായതുകൊണ്ട് ആളെന്നെ വിളിച്ച് പറഞ്ഞു പൊട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു റിട്ടേൺ അയച്ചു, നമ്മൾ ശരിയാക്കി തരാം എന്നുള്ള മൈൻഡിൽ. പക്ഷേ ഇവിടെ വന്നത് കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലായത്. ടോട്ടൽ ലോസാണ് വണ്ടി. ഇനി പ്രൊഫഷണൽ അയക്കണവരൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തിട്ട് ഇത് ബാക്കി പൊട്ടി. അപ്പോൾ ഇങ്ങനത്തതൊന്നും അയക്കാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അയക്കുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ രണ്ട് കാർഡ്ബോർഡ് ബോക്സൊക്കെ വെച്ചിട്ടാണ് അയച്ചത്. ഒരു 3-4 കാർഡ്ബോർഡ് ബോക്സിലൊക്കെ ആക്കിയിട്ട് കുറച്ചുകൂടി വണ്ടിയിലായിട്ട് കുറച്ചുകൂടി ഓവർ സൈസ് ആയിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മളത് അയക്കാൻ. അല്ലെങ്കിൽ ഇതേമാതിരിയാവും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ കുറേ പാർട്സൊക്കെ മിസ്സിങ് ആണ്, ചിലപ്പോൾ പെട്ടികളിൽ കിടപ്പുണ്ടാവും. ഇതിനി റിപ്പയർ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് പോസിബിൾ ആണോ എന്ന്. ഫ്രണ്ടൊക്കെ ടോട്ടൽ പോയി. നമ്മളിനി ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് നമ്മൾ എങ്ങനെ ആക്കി എടുക്കും എന്നുള്ളതിൽ എനിക്ക് ഒരു ഐഡിയയും കാര്യങ്ങളും ഇല്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഭയങ്കര നമുക്ക് എന്താ പറയുക, ഒന്നും പറയാനില്ല. ഇത് ഈ കോളത്തിലായി. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, എന്തായാലും വണ്ടി എന്തായാലും പൊളിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ
ഇലക്ട്രോണിക് കോമ്പൗണ്ട്സിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ പിന്നെ അതും കൂടിയും മാറ്റേണ്ടി വരുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് ബാറ്ററി ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് സ്പീക്കറിൽ നിന്ന് തുടങ്ങാം. വർക്ക് ചെയ്യുന്നുണ്ട്, യാ കുഴപ്പമില്ല. സ്പീക്കർ വർക്കിംഗ് ആണ്. നമ്മുടെ ഫ്ലാഷറിനും കുഴപ്പമൊന്നുമില്ല. ഇൻഡിക്കേറ്ററും കത്തുന്നുണ്ട്. ബാക്കിൽ ഇൻഡിക്കേറ്റർ ചിലപ്പോൾ കത്താൻ ചാൻസ് ഇല്ല, കത്തുന്നുണ്ട്. ബാക്കിയുണ്ട്. നമ്മുടെ ക്വാർട്ടർ ഗ്ലാസ് ലൈറ്റ് സീനില്ല. ഹെഡ് ലൈറ്റിൻ്റെ പോർഷൻ വള്ളിയായോ എന്ന് സംശയമുണ്ട്. ഇല്ല വൺ സൈഡ് ഹെഡ് ലൈറ്റ് പോയിട്ടുണ്ട്. നമ്മുടെ പാർക്ക് കത്തുന്നുണ്ട്. പിന്നെ ഹെഡ് ലൈറ്റിൻ്റെ ഇതൊക്കെ കത്തുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞല്ലേ. വണ്ടി ഇടിച്ചു, അത്ര പറയാനുള്ളൂ.